കോഴിക്കോട് മുക്കം അഗ്നിരക്ഷാ സേനയും JCA കാരശ്ശേരിയും സംയുക്തമായി സംഘടിപ്പിക്കുന്ന ത്രിദിന നീന്തൽ പരിശീലനത്തിന് തുടക്കമായി. മുക്കം നഗരസഭയുടെ നീന്തിവാ മക്കളെ പദ്ധതിയുടെ ബ്രാൻഡ് അംബാസിഡർ റന ഫാത്തിമയുടെ നേതൃത്വത്തിൽ സർട്ടിഫൈഡ് ട്രെയിനർമാരാണ് ക്യാമ്പിൽ പരിശീലനം നൽകുന്നത്. തിരുവമ്പാടി മണ്ഡലം MLA ലിൻഡോ ജോസഫ് ക്യാമ്പിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. മുങ്ങിമരണങ്ങൾ തുടർക്കഥയാകുന്ന ഈ കാലത്ത് ചെറുപ്രായത്തിൽ തന്നെ കുട്ടികളെ നീന്തൽ പഠിപ്പിക്കേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ച് രക്ഷിതാക്കളിൽ അവബോധം സൃഷ്ടിക്കുകയാണ് മുക്കം അഗ്നിരക്ഷാസേനയും JCI കാരശ്ശേരിയും. തിരുവമ്പാടി Q8 ഹിൽസ് സെമി ഒളിമ്പിക് സ്വിമ്മിംഗ് പൂളിലാണ് 3 ദിവസം നീളുന്ന നീന്തൽ പരിശീലന ക്യാമ്പ് സംഘടിപ്പിച്ചിരിക്കുന്നത്. ആദ്യഘട്ടത്തിൽ 4 വയസ്സ് മുതൽ 7 വയസ്സ് വരെയുള്ള കുട്ടികൾക്കാണ് പരിശീലനം നൽകുന്നത്. മുക്കം നഗരസഭയുടെ നീന്തിവാ മക്കളെ പദ്ധതിയുടെ ബ്രാൻഡ് അംബാസിഡർ റന ഫാത്തിമയുടെ നേതൃത്വത്തിൽ സർട്ടിഫൈഡ് ട്രെയിനർ ഗോഡ്സനാണ് ക്യാമ്പിൽ പരിശീലനം നൽകുന്നത്. ന്യൂസ് മലയാളം പ്രാദേശിക ലേഖകൻ റഫീഖ് തോട്ടുമുക്കത്തിന്റെ മകളാണ് റന ഫാത്തിമ. 3 ദിവസത്തെ ട്രെയിനിങ്ങിന് ശേഷവും നീന്തൽ പരിശീലനം തുടരാനുള്ള സൗകര്യമൊരുക്കിയിട്ടുണ്ടെന്നും JCI കാരശ്ശേരി പ്രസിഡന്റ് മുഹമ്മദ് ആസാദ് പറഞ്ഞു. മുങ്ങി മരണങ്ങൾ തുടർക്കഥയായിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഇന്ന് നിലവിലുള്ളത്. നമ്മുടെ എവിടെ നോക്കിക്കഴിഞ്ഞാലും സ്വിമ്മിംഗ് പൂളിലാകട്ടെ അല്ല മറ്റ് സാഹചര്യങ്ങളിലാവട്ടെ മുങ്ങി മരണങ്ങൾ നിരന്തരമായിട്ട് കേട്ടുകൊണ്ടിരിക്കുകയാണ്. JCI കാരശ്ശേരിയും മുക്കം ഫയർഫോഴ്സും സംയുക്തമായിട്ട് ഈ ഒരു നീന്തൽ പരിശീലനത്തിന് തയ്യാറായിട്ടുള്ളത്. 2 ദിവസത്തിനുള്ളിൽ നമ്മൾ 1ാമത്തെ സെഷൻ പൂർത്തിയാക്കി ഇനി 2ാമത്തെ സെഷനിലേക്ക് കടക്കാനുള്ള തയ്യാറെടുപ്പിലാണ് നിലവിലുള്ളത്. ആദ്യ ദിവസം മുക്കം അഗ്നിരക്ഷാ നിലയത്തിലെ സ്റ്റേഷൻ ഓഫീസർ അബ്ദുൽ ഗഫൂർ ജലാശയ അപകടങ്ങളെക്കുറിച്ചും രക്ഷാപ്രവർത്തനങ്ങളെക്കുറിച്ചും ക്ലാസ് എടുത്തു. മെയ് 3 മുതൽ 5 വരെയാണ് ക്യാമ്പ്. ക്യാമ്പിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും സർട്ടിഫിക്കറ്റുകളും നൽകും. ന്യൂസ് മലയാളം, കോഴിക്കോട്.